മാപ്രാണത്തുള്ള നമ്മുടെ ഒരു ഗുരുവിൻ്റെ ഏറ്റവും വലിയ ഭക്തയാണ് നമ്മുടെ പത്മിനി ചേച്ചിയുടെ ഹസ്ബൻഡ് ശിവാസൻ ചേട്ടൻ. വലിയൊരു അത്ഭുതം അവിടെ സംഭവിച്ചിരിക്കുകയാണ് 2 ദിവസം മുന്നേ. ശിവാസൻ ചേട്ടൻ കുറച്ച് വയ്യായ്ക വന്നു, ഹാർട്ടിന് പ്രശ്നം വന്നു. അവൾ കോപ്പറേറ്റീവ് ഹോസ്പിറ്റലിൽ പോയി. പല പ്രശ്നങ്ങളൊക്കെ ആയപ്പോൾ എന്നെ വിളിച്ചു. അങ്ങനെ അവളൊന്ന് വേറെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകണമെന്നുള്ള തർക്കത്തിലൊക്കെ വന്നു. ഒടുവിൽ അമ്മയുടെ സാന്നിധ്യത്താൽ അവിടെ തന്നെ ആ ചികിത്സകൾ നടത്തിക്കൊണ്ട് അസുഖങ്ങൾക്ക് പരിഹാരമായി നല്ല ആരോഗ്യത്തോടു കൂടി സുഖാസൻ ഇരിക്കുന്ന സമയത്ത് മെനിഞ്ഞാണ് നമ്മുടെ അമ്മ ശിവദാസ് ചേട്ടന് പ്രത്യക്ഷമായിട്ട്, സ്വപ്നത്തിലല്ല പ്രത്യക്ഷമായിട്ട് പാതിരയ്ക്ക് 2 മണിക്ക് ദർശനം കൊടുത്തു എന്നാണുള്ള സത്യം. ആളൊന്നിനെ എന്നോട് വിളിച്ചു പറയുമ്പോ പൊട്ടിക്കരയാണ്. ആള് സുന്ദരിയായിട്ട് നല്ല മുഖസ്തുതിയോടുകൂടി വെളുത്ത് സർവാഭരണ ഭൂഷിതയായിക്കൊണ്ട് കുങ്കുമപ്പൊട്ട് ചാർത്തിക്കൊണ്ട് എൻ്റെ മുന്നിൽ പാതിരയ്ക്ക് 2 മണിക്ക് എൻ്റെ മുന്നിൽ അമ്മ വന്നുകൊണ്ട് മകനെ എന്ന് തൊട്ടു വിളിച്ചിരിക്കുന്നു. ചേട്ടൻ എഴുന്നേറ്റു നോക്കിയപ്പോൾ സുന്ദരിയാവുന്ന അമ്മ, ഒരു 40 വയസ്സ് പ്രായത്തോടു കൂടിയുള്ള ഒരു സ്ത്രീ, സ്വർണ്ണാഭരണ ഭൂഷിതയായിക്കൊണ്ട് കണ്ടാൽ ശോഭ ഇങ്ങനെ തന്നെയാണ് പറയുന്നത്. അങ്ങനെ മകനൊരു വിഷമമുണ്ടല്ലേ എൻ്റെ അരികിൽ വന്നിട്ട്. അപ്പൊ ഏതമ്മയെന്ന് മനസ്സിലാകുന്നില്ല, എന്താണ് മനസ്സിലാകുന്നില്ല. മകൻ ദുഃഖമുണ്ടല്ലോ, വിഷമമുണ്ടല്ലോ. അയ്യോ അമ്മ, എനിക്ക് അങ്ങനെ ഇപ്പോൾ ഒരു വിഷമവും ഇല്ല ഉണ്ടല്ലോ മകനെ. മകനൊരു സങ്കല്പകൃതി രചിക്കുന്നുണ്ടല്ലോ. ആ 2 വാക്ക് എന്നെക്കുറിച്ച് എഴുതിക്കോളെന്ന് പറഞ്ഞപ്പോൾ അവിടെ വെച്ച് ആള് തന്നെ അമ്മയെക്കുറിച്ച് കുറച്ച് കാര്യങ്ങളൊക്കെ പറഞ്ഞു പറയാം. അങ്ങനെ ആ അമ്മയെ തൊടാൻ നോക്കിയാൽ അപ്പൊ അമ്മ നീങ്ങി പോകുന്നു. തൊടാൻ നോക്കിയപ്പോൾ അത് പറഞ്ഞിട്ടാണ് ഇങ്ങനെ പൊട്ടി കരയാണ്. അപ്പൊ തൊട്ടപ്പുറത്ത് ഭാര്യ എടുക്കുന്നുണ്ട്. ഇങ്ങനെ പത്മേന്ന് വിളിക്കാൻ പറ്റില്ല ചേട്ടൻ. പത്മാന്ന് ചേച്ചിയുടെ പേര്. പത്മേന്ന് വിളിക്കാൻ പറ്റില്ല, സൗണ്ട് വരില്ല ചേട്ടന്. അത്രയ്ക്കും ദിവ്യ ഒരു ശക്തി, തേജസ്വിനി, സർവ തേജസ്സോടു കൂടി നമ്മുടെ അമ്മ ആ ചേട്ടൻ ദർശനം കൊടുക്കുന്നു. എന്ന് പറയാണ്, നിനക്ക് മകന് പ്രവചനം നിർവഹിക്കാൻ കഴിയും. വരാൻ പോകുന്ന കാര്യങ്ങൾ ഒരാൾ വരുമ്പോൾ അവരുടെ കാര്യങ്ങളൊക്കെ പൂർണ്ണമായിട്ട് മകന് പറയാൻ കഴിയും. അപ്പോൾ ആള് ആകെ പ്രശ്നമായി. അപ്പോൾ അമ്മ അത് ഒരു കാര്യം പറഞ്ഞു, അത് നാളെ ഏറ്റവും വരുമ്പോൾ, പക്ഷെ അത് നീ മരണപ്പെടുന്നതിൻ്റെ 1 മാസം മുന്നേ ആയിരിക്കും മാസം ശ്രദ്ധിക്കുക എന്ന് പറയുന്നത്. നീ എന്ന് മരണപ്പെടാൻ പോകുന്നുവോ അതിന് 1 മാസം മുന്നേ ഈ കഴിവ് നിനക്ക് ശ്രദ്ധിക്കുക. അത് ഞാനായിരിക്കും. അതിലൂടെ നിന്റെ ആത്മാവ് എന്നിലേക്ക് ലയിക്കുക. ഞാൻ നിന്നെ ഞാൻ ഇന്നലെ പറഞ്ഞിട്ട് കറിയാണ് ആ പ്രട്ടുള്ള നമ്മുടെ അമ്മ. അതാണ് ഞാൻ പറഞ്ഞത്. പതിവായി പാതിരാവിൽ പടിയിറങ്ങി നടന്നിടും നേരമെന്നോട് വീട്ടിലും നീ വന്നു ചേരണം. അമ്പിയേ പാദസേവ ചെയ്തിടാം ഞാൻ, പാപമെല്ലാം നീങ്ങിടാം. പാരിതിൽ പാലാഴി പോലെ വാണിടുന്ന ദേവിയേ, വാണിടുന്ന ദേവിയേ. ഞാൻ ഈ നാമത്തിൽ ഞാൻ ലാസ്റ്റ് കൊടുത്തിരിക്കുന്നത് പാടുന്ന
അമ്മയോട് എനിക്ക് ഇത് അപേക്ഷ മാത്രമാണ്, മരണം വരെ അമ്മയുടെ കീർത്തനം പാടുവാനായിട്ടുള്ള ശേഷി, ശക്തി, എൻ്റെ ശബ്ദം കൊടുക്കാതെ അമ്മ എനിക്ക് തരണമേ എന്നുള്ള പ്രാർത്ഥനയാണ്. ഈ പാട്ട് നിങ്ങൾക്ക് ഈ സന്ധ്യക്ക് ശരിക്കും ഈ നാമച്ചുള്ള സന്ധ്യാസമയത്താണ് അമ്മയുടെ പാദം സേവിക്കുകയാണ് നമ്മൾ. പാദം സേവിച്ചുകൊണ്ടാണ് നമ്മൾ പാടുന്നത്. പതിവായി പാതിരാവിൽ പടിയിറങ്ങി നടന്ന സമയത്ത് അമ്മേ എനിക്കുമുള്ള ദുഃഖങ്ങൾ, എൻ്റെ വീട്ടിൽ ഒരു അമ്മേ, എൻ്റെ മകൻ വയ്യാതെ കിടക്കുന്നു, എൻ്റെ ഭർത്താവ് വയ്യാതെ കിടക്കുന്നു, എൻ്റെ ഭാര്യ വയ്യാതെ കിടക്കുന്നു, ഞങ്ങളിതാ കടബാധ്യതയിലാണ്, ഞങ്ങൾ മരണപ്പെടാൻ പോകുന്നു, മരിക്കാൻ പോകുന്നു, ഞങ്ങൾ ജീവിക്കണ്ട. എങ്കിലും അമ്മേ എൻ്റെ വീട്ടിൽ കൊണ്ട് വരുന്നു, അമ്മേ വരുമോ ഓരോ പതറാതെ മനമേ, ദുരിതങ്ങൾ വളരുമ്പോൾ തളരാതെ മനമേ. മകനെ നീ ദുഃഖിക്കരുത്. നിനക്ക് ദുഃഖങ്ങളുണ്ട്, ജീവിതം നൈരാശ്യമുണ്ട്, എനിക്കറിയാം. പക്ഷെ ഞാൻ വരാം, അതിന് സമയമാണ്. അതാണ്, അതിന് സമയങ്ങളുണ്ട്. അതുവരെ നീ കാത്തിരിക്കുക. ആ സമയത്ത് ഞാൻ വരും. നിന്റെ ദുഃഖങ്ങളെല്ലാം ഞാൻ ഒപ്പിയെടുക്കും. നിന്റെ ദുഃഖങ്ങൾ, ശാരീരിക പ്രശ്നങ്ങളെല്ലാം ഞാൻ എന്നിൽ നിന്നും എൻ്റെ കുടുംബത്തിൽ നിന്നും ഒപ്പിയെടുത്തോളാം. പക്ഷെ നീ കാത്തിരിക്കണം. ഈ സമയം നീ സക്രമം ചെയ്യണം, നന്മ ചെയ്യണം. ആ നന്മയുടെ ഫലം നിന്റെ പൂർവ്വകാലത്തിലുള്ള ശാപങ്ങളെ അകറ്റിയതിന് ശേഷം മാത്രമാണ് ഞാൻ നിന്റെ വീട്ടിലേക്ക് പ്രവേശിക്കുക. അപ്പൊ ഈ പറയുന്നത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളെല്ലാവരും, പ്രത്യേകിച്ച് കാളികൾക്കായ നമ്മുടെ ഭക്തന്മാര്, നിങ്ങളുടെ നമ്മുടെ ജീവിത ദുരിതങ്ങളെല്ലാം തീരും, അമ്മ തീർത്ത്. പക്ഷെ നമ്മളൊന്നും ചെയ്യണം. എന്ന് മുതൽ നമ്മൾ കാളികൾക്കായ അമ്മയുടെ മക്കളായോ അന്ന് മുതൽ നമ്മളുടെ പ്രവർത്തനങ്ങളെ കൊണ്ടോ വാക്കുകളെ കൊണ്ടോ മറ്റൊരുവന്റെ കണ്ണുനീര് വലിക്കുവാനിടയാകരുത്. അത് നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കണം. നമ്മുടെ പ്രവർത്തനങ്ങളെ കൊണ്ടോ വാക്കുകളെ കൊണ്ടോ മറ്റൊരുവന്റെ കണ്ണുനീര് വീഴാൻ പാടില്ല. അത് ശാപമാണ്. ശാപിയാകുന്ന പാപിയാകുന്ന എന്നോട് യുദ്ധത്തിലേക്ക് ഞാൻ എങ്ങനെ വരും? അത് ദൈവികത പ്രകാരം ന്യായമില്ല എന്നാണ് പറയുന്നത്. അതുകൊണ്ട് നീ എൻ്റെ മകനാണ്, നീ എൻ്റെ മകളാണ്. നീ കാരണം മറ്റൊരു അറിയാൻ പാടില്ല. ഞാൻ നിന്നിലേക്ക് വന്നോളാം, നിന്റെ ബാധകളെ അകറ്റിക്കോളാം, ശത്രുതയെ മാറ്റിക്കോളാം, രോഗത്തെ അകറ്റിക്കോളാം, നിന്റെ വേണ്ടുന്ന വൈദ്യുതി എടുത്ത് എത്തിച്ചോളാം. ഈ സത്കർമ്മം ചെയ്യും, നല്ല കർമ്മം ചെയ്യും. അപ്പൊ നമ്മളെല്ലാവരും അത് ഇതിൻ്റെ ഒരു അപേക്ഷ കൂടിയാണ്. നമ്മുടെ അമ്മ സ്നേഹനിധിയാണ്, കാരുണ്യവതിയാണ്, സ്നേഹമാണ് സർവ്വതും. ആ സ്നേഹം എന്ന് പറയുന്നത് മറ്റൊരുവന്റെ ദുഃഖം, നമ്മുടെ സ്നേഹത്തെ കൊണ്ട് മറ്റൊരു ദുഃഖം വരെ, എത്രയോ വലിയ വലിയ ദുഃഖം വരെ അകറ്റാൻ പറ്റുമെന്നാണ് അമ്മ പറയുന്നത്. അതുകൊണ്ട് നീ സ്നേഹിക്കൂ മറ്റുള്ളവനെ. മാനുഷിക സ്നേഹങ്ങൾ പ്രപഞ്ചത്തിന്റെ ചൈതന്യമാണ്. ഞാൻ സ്നേഹമാണ്. അതുകൊണ്ട് അത് പ്രപഞ്ചത്തിന്റെ ചൈതന്യമാണെങ്കിൽ നിന്റെ സ്നേഹവും അത് പ്രപഞ്ചത്തിലേക്ക് ലയിച്ചുകൊണ്ട് മറ്റുള്ളവന് സമാധാനവും ശാന്തിയുമായിട്ട് ഭവിക്കും. അത് പ്രപഞ്ച സത്യമാണെന്ന് പറയുന്നത്. അതുകൊണ്ട് നന്മ ചെയ്യുക, നല്ലത് ചിന്തിക്കുക. കണ്ടമാനം പണമുണ്ടാക്കാൻ വെമ്പാതെ ഉള്ളതിൽ നിന്ന് നല്ല ജീവിതമുണ്ടാകുവാനും ശാന്തി സമാധാനം ഉണ്ടാകുവാനും പ്രാർത്ഥിച്ചുകൊണ്ട് നേടുന്നതിൽ നിന്ന് 1% നമ്മൾ നേടിക്കൊണ്ടിരിക്കുന്നതിൽ നിന്ന് 1% കരയുന്നവന് കൊടുത്ത് അവന്റെ കണ്ണുനീരകറ്റുക. നീ എൻ്റെ മകനായി മാറും, നീ എൻ്റെ മകനായി മാറും, അല്ലെങ്കിൽ നീ എൻ്റെ മകളായി മാറും. നീ എൻ്റെ മകനായി മാറുമ്പോ, നീ എൻ്റെ മകളായി മാറുമ്പോ അമ്മ എന്ന കർത്തവ്യം ഞാൻ നിർവഹിക്കേണ്ടതുണ്ട്. മക്കളുടെ ദുഃഖം തീർക്കേണ്ടത് അമ്മയുടെ കർത്തവ്യമാണ്. അതുകൊണ്ട് ഞാൻ നിന്നെ മകനായി സ്വീകരിച്ചുകൊണ്ട് നിന്റെ അരികിൽ വരാം, ദുഃഖത്തിലേക്ക് ഞാൻ വരാം. മക്കളെ, അമ്മയുടെ പാതയോടെ നിങ്ങൾ സഞ്ചരിക്കൂ എന്ന് മാത്രമാണ്. ഈ ഒരു സത്യം നമ്മൾ മനസ്സിലാക്കണം. നമ്മൾ മനുഷ്യരാണ്, പല സ്വഭാവക്കാരാണ്, പെട്ടെന്ന് ദേഷ്യം വരുന്നുണ്ട്. അവിടെ ക്ഷമയാണ് ആധാരം. ക്ഷമയിലൂടെ എന്തും നേടിയെടുക്കാൻ നമുക്ക്. ക്ഷമയിലൂടെ ആ ക്ഷമ നമ്മളെ ജീവിതത്തിൽ വലിയ വലിയ മാറ്റങ്ങൾ ഉണ്ടാക്കും.
നമ്മുടെ നാവാണ് നമ്മുടെ ജീവിതത്തിൻ്റെ സ്റ്റിയറിംഗ്, അതായത് സ്റ്റിയറിംഗ് നാവാണ് നാം പറയുന്നത്. ഇപ്പം നമ്മളൊക്കെ, ഞാനൊക്കെ വലിയൊരു എന്താ പറയുക, ഭയങ്കരമായിട്ട് ക്ഷോഭമുള്ള ആൾ, ദേഷ്യമുള്ള ആൾ, നിങ്ങൾക്ക് എന്നെ ഞാൻ ചീത്ത പറഞ്ഞു വിടുക, നിങ്ങൾക്കൊക്കെ നല്ല. ഇപ്പോൾ ഞാനൊക്കെ ഇപ്പോൾ ഭയങ്കര പണക്കാരനൊക്കെ ആയിരിക്കും കേട്ടോ, ഞാൻ നിങ്ങൾക്ക് വരുമ്പോൾ ഭയങ്കര ചീത്ത പറഞ്ഞു വിടും. എനിക്കുമുണ്ട്, ഞാനും ഒരു ഇലയാണ് പ്രപഞ്ചത്തിൽ, പ്രപഞ്ചം എന്ന് പറയുന്ന മരത്തിലെ ഒരു ഇലയാണ് ഞാനും പഴുക്കും. അപ്പോൾ നീയും പഴുക്കും. അപ്പോൾ പച്ചല നിന്നോട് പറയും ഈ വാക്ക്. അതുകൊണ്ട് നീ പച്ചയായിരുന്ന സമയത്ത് നന്മ ചെയ്യുക, നിന്റെ മുകളിൽ പഴുത്ത് വീഴുന്നവരെ നീ താങ്ങുക എന്നാ പറഞ്ഞു. അപ്പൊ നമ്മൾ പണമുള്ളപ്പോൾ മറ്റൊരുവരെ ദ്രോഹിക്കാതെ, നമ്മൾക്ക് അമ്മയുടെ അനുഗ്രഹപ്രകാരമോ നിങ്ങളുടെ പ്രവർത്തിയുടെ പ്രകാരമോ ലഭ്യമായിക്കൊണ്ടിരിക്കുന്ന ധനം 100%, 1% നിങ്ങൾ പാവപ്പെട്ടവന്റെ കണ്ണീരൊപ്പുവാൻ, അല്ലെങ്കിൽ പട്ടിണി കിടക്കുന്നവന്റെ അരകര നിറയ്ക്കുവാൻ നിങ്ങൾ അതിന് വിനിയോഗിക്കൂ. നീ ആയിരിക്കും ദൈവിക സ്വത്ത് എന്നാണ് ദൈവം പറയുന്നത്. ആ ദൈവത്തിന് മുന്നിൽ വന്നിരുന്നു കൊണ്ട് ആത്മീയമായിട്ടുള്ള ആ പ്രാർത്ഥനയിലൂടെ സർവ്വ ദുഃഖങ്ങളും അകറ്റിയെടുക്കുവാൻ ഓരോ മനുഷ്യനും കഴിയും. നമ്മളെ പറയും ഇതെന്ത് കാര്യം, കാലമത്രേ ആയില്ലേ, വയസ്സൊക്കെ ആയി, ഇനിയിപ്പോൾ ഇങ്ങനെ മതിയെന്നൊക്കെ പറയും. പക്ഷേ നമ്മൾ ജന്മനിയമപ്രകാരം എത്ര വയസ്സായാലും ആ വയസ്സിലും നമ്മൾക്ക് നന്മയുണ്ടാകാൻ യോഗമുണ്ടായിരിക്കും. എത്ര വയസ്സ് നിൽക്കും. എന്നാളെ ചേട്ടൻ വന്നിട്ട്, ചേട്ടൻ എൻ്റെ അടുത്ത് വന്നിരുന്നു, എന്നെ കാണാൻ വന്നിരുന്നു. ഏകദേശം 65 വയസ്സായിരുന്നു. ആ ചേച്ചി വന്നിരുന്നു, നോക്കാതെ വന്നിട്ടുണ്ട്. അവിടെ വെള്ളിയാഴ്ച കഴിഞ്ഞ 2 ആഴ്ചയായിട്ടുള്ളൂ. അവരുടെ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവാനും പറഞ്ഞു. അപ്പോൾ അവർ കരഞ്ഞു. എന്തോന്നറിയില്ല ഇവരിവിടെ, എനിക്കറിയില്ലുണ്ടോന്ന്. 2 ആഴ്ച ആയിട്ടുള്ള, അപ്പോൾ അവിടെ 9 ആഴ്ച ഒന്ന് തുടങ്ങാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അമ്മ അത് നോക്കി പറഞ്ഞു, സന്താന ദുഃഖം ഉണ്ടല്ലോ എന്ന് പറഞ്ഞപ്പോൾ എന്ത് ദുഃഖം പറഞ്ഞില്ലമ്മ, ഈ മക്കളിലേക്കാണെന്ന് പറഞ്ഞു. വാങ്ങിച്ചു. അപ്പം ഞാൻ ചോദിച്ചു, ചേട്ടൻ മക്കൾ ഉണ്ണി വേണ്ടേ? അയ്യോ, സമയത്ത് ചെയ്യുന്ന വയസ്സായില്ലേ, ഇനി എന്നാകില്ല സത്യം പറഞ്ഞു. അപ്പൊ ചേട്ടൻ എന്താണ്, നിങ്ങൾക്ക് യോഗമുണ്ടെങ്കിൽ വയസ്സും കാലവും ഒന്നും കാളിമാർക്കാവിലമ്മയ്ക്ക് പ്രശ്നമല്ല. നിങ്ങൾ ആവശ്യപ്പെടുമ്പോൾ എനിക്ക് ഉണ്ണി വേണമെന്ന് ഞാൻ പറഞ്ഞു, ഉണ്ണി വേണമെന്ന് ആവശ്യപ്പെടുന്നു. ഒരു പക്ഷേ നിങ്ങളുടെ ഉണ്ണിയുടെ ജന്മമായിരിക്കാം നിങ്ങളുടെ ജീവിതത്തിന്റെ മറ്റൊരു മാറ്റത്തിലേക്ക് കുറിക്കുക. നിന്റെ മകളുടെ ജന്മം നിനക്ക് നന്മയുണ്ടാകാനുള്ള ജന്മമായി തീരും. അതുകൊണ്ട് നീ ആഗ്രഹിക്കേണ്ടത്, ഒരു മാങ്കല്യം കഴിഞ്ഞാൽ ദമ്പതിമാർ ആഗ്രഹിക്കുക, ആദ്യം ആഗ്രഹിക്കുക എന്താണ്? ഒരു ഉണ്ണി ഉണ്ടാകണം, അല്ലേ? അതല്ലേ? താരാട്ടു പാടാനായി ഏറെ കൊതിച്ചു ഞാൻ കാത്തിരുന്നു, താരാട്ടു പാടാനായി ഏറെ കൊതിച്ചു ഞാൻ കാത്തിരുന്നു, ഒരച്ഛനാ തന്നീടണേ അമ്മേ കുഞ്ഞുണ്ണി വാവയെ കാത്തിടണേ അമ്മേ. ഒപ്പം വയസ്സ് നോക്കരുത്, ഞങ്ങൾക്ക് ഉണ്ണി തരുമോ എന്ന് കൂടി ഒന്ന് ചോദിക്കണം. നന്നായി തരും. നിങ്ങളുടെ പ്രായം അതാണെങ്കിൽ പോലും, അപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും ഇനിയിപ്പോൾ വയസ്സൊക്കെ 1 വയസ്സായി, ഉണ്ണി വിടുന്നത് ഞങ്ങൾ വയസ്സായി, ഉണ്ണി പറ്റുകൊടുക്കുന്നത്. അപ്പോഴാണ് ചോദ്യം, കൂട്ടിനു ദേവി കൃപയുണ്ടെങ്കിൽ ഭയമിനി എന്തിനു പാലിൽ, അമ്മേ ഭയമിനി എന്തിനു പാലിൽ. ഈ ചിന്തയാണ് നമുക്ക് വേണ്ടത്. കൂട്ടിന് ദേവി കൃപയുണ്ടെങ്കിൽ ഇതിൽ പെണ്ണ് പേടിക്കുന്നുണ്ട്. അവിടെ വയസ്സാണോ ചെറുപ്പമാണോ, അമ്മയുടെ മുന്നിൽ ജാതിയില്ല, മതമില്ല, രാഷ്ട്രീയമില്ല, വലിപ്പമില്ല, ചെറുപ്പമില്ല, പ്രായമില്ല. അതുകൊണ്ട് നമ്മുടെ ആഗ്രഹങ്ങളൊക്കെ പ്രാർത്ഥിക്കാൻ നമ്മൾ ഇത്ര സമയമായില്ല എന്ന് പറയാൻ അറിയില്ല.
കരുണാവാരിതേ ജഗദംബേ അമ്മേ കരുണാസാഗരം ചൊരിയണേ കരുണയ്ക്കായി ഇതാ കേഴുന്നു ഞങ്ങൾ കനിയണേ കാളിയന്നമ്മേ കരുണാസാഗര കനിവിൽ കേദാരം നിറയുന്നോരമ്മ സന്നിധി കടലാല പോലെ ഏറിടും ദുഃഖം അകലെ പോയിടും സന്നിധി അമ്മ വാഴുമീ ദിവ്യ സന്നിധി കടലിൻ്റെ അല പോലെ മനസ്സ് വിതുപ്പുകയാണമ്മേ ആശ്രയം എനിക്ക് ആരുമില്ലമ്മേ അമ്മയ്ക്ക് നൽകുവാൻ എൻ്റെ കയ്യിൽ ഒന്നുമില്ലമ്മേ ഞാൻ നിരാലംബനാണ് എനിക്ക് അമ്മയ്ക്ക് ഒന്നുമില്ല കാഴ്ച വയ്ക്കുവാനൊന്നുമില്ലെൻ്റെ കൈകളിൽ കാഴ്ച എന്തിനോ കൺമുന്നിൽ നിൽക്കും മക്കളാണെൻ്റെ ഭക്തരാ എന്തിനാണ് കാഴ്ച എൻ്റെ മക്കളെ ഇരിക്കുന്നത് എന്നെ വാട്ടി പാടുന്നു എന്നെ സ്നേഹിക്കുന്നു എനിക്ക് മാല കെട്ടുന്നു എനിക്ക് പൂക്കൾ കൊണ്ടുവരുന്നു ഇതിലും വലിയ അമ്മയ്ക്ക് എന്ത് വേണം മക്കളിൽ നിന്ന് കുട്ടികളുള്ളത് അത് മാത്രമാണ് മറ്റൊരാഗ്രഹം എനിക്ക് മന്ത്രങ്ങളറിയില്ല തന്ത്രങ്ങളറിയില്ല അതുകൊണ്ട് അമ്മേ എന്നെ കാണാതിരിക്കരുത് എന്നെ നോക്കാതിരിക്കരുത് എന്റെ ദുഃഖങ്ങൾ കാണാതെ പോകല്ലേ മാതാവേ ഒരിക്കലും ആത്മാർത്ഥമായിട്ടുള്ള ഭക്തിയോടുകൂടി ഈ ക്ഷേത്രനിടയിൽ വന്നിട്ട് ആരും നിരാശയായി പോകേണ്ടതില്ല കാലങ്ങൾക്ക് അനുസൃതമായതുകൊണ്ടും നിയോഗ ഫലങ്ങൾക്ക് അനുസൃതമായതുകൊണ്ടും നമ്മൾ കാര്യം സാധിച്ചു തരുന്ന ഒന്ന് മാത്രം ഭക്തിയുണ്ട് ഞങ്ങൾക്കിന്ന് ഇഷ്ടവരം തന്നിടണേ കഷ്ടതകൾ മാറ്റിയിടണേ ഭദ്രകാളിയേ ഭക്തി ആ ഭക്തി ഞാൻ അമ്മയുടെ മുന്നിൽ വയ്ക്കുന്നു പകരം എനിക്ക് എന്താണ് അമ്മ തരിക മകനെ ഞാൻ തരാം നിനക്ക് ഭക്തി ഉണ്ടോ നിന്നിൽ ആത്മീയതയുണ്ടോ നിന്റെ ഹൃദയം ക്ഷേത്രമാണോ എങ്കിൽ ഞാൻ തരാൻ നിൽക്കുന്നത് അമ്മ എന്നാൽ എനിക്ക് ആദികളും വ്യാധികളും അകന്നിടാൻ എൻ്റെ അമ്മേ അമ്മയുടെ നാമവുമായി ഞങ്ങൾ വരുന്നു ആദിയാണ് ഈ പറഞ്ഞ എന്താണ് കടലിൻ്റെ ഇല പോലെ ഉരുണ്ട് കയറുന്നതാകുന്ന ഹൃദയത്തിൻ്റെ ദുഃഖമാണ് ആദി വ്യാധി എന്ന് പറയുന്നത് ശാസ്ത്രം പുരോഗമിച്ചപ്പോൾ പ്രപഞ്ചം നശിക്കുന്ന രീതിയിൽ ഇപ്പോ കൊറോണ എന്ന് പറയുന്ന വ്യാധി പടരുന്നത് പോലെ തീക്ഷ്ണമാകുന്ന മാരകമാകുന്ന രോഗങ്ങളെ മറികടക്കുവാൻ മാതാവേ അമ്മയിൽ എന്തെങ്കിലും മാർഗമുണ്ടോ കാലക്കേടു നീങ്ങിടുവാൻ കാലകാലമജയമ്മേ കാലമേതും അമ്മയുടെ മുൻപിൽ വന്നിടാം സത്യമാണോ അസത്യമാണെന്ന് നമുക്കറിയില്ല ചൈനയിലെ സാമഗ്രികൾക്ക് വേണ്ടി മറ്റുള്ളവരെ എതിർക്കുവാൻ വേണ്ടി ഉണ്ടാക്കി കൂട്ടിയിട്ടുള്ള ഒരു അണുബാധ ലാബിൽ നിന്ന് പുറത്തേക്ക് പോകുന്നതാണ് ആ ചൈനയിൽ സംഭവിച്ചെന്ന് പറയുന്നത്. അതുപോലെ എല്ലാ രാഷ്ട്രങ്ങളിലും വ്യാപിച്ചുകൊണ്ടിരിക്കുകയാണ്. എന്തുകൊണ്ട് വ്യാപിക്കുന്നു? എന്തുകൊണ്ടാണ് അങ്ങനെ വ്യാപിക്കുന്നത്? ഞാനിപ്പോൾ ഒരു കസേരങ്ങൾ വെച്ചില്ലേ, ഒരു വിളക്ക് കത്തിച്ച് വെച്ചു.
ഇവിടെ ഇരിക്കുകയാണ് നമ്മൾക്ക് അല്ലേ. ഭൂമിയാണ് കറങ്ങിക്കൊണ്ടിരിക്കുകയല്ലേ, ഭൂമി ഇങ്ങനെ കറങ്ങിക്കൊണ്ടിരിക്കുകയാണ് അല്ലേ. അപ്പോൾ ഈ സംഭവം ഓരോ രാജ്യത്തിലും ഇങ്ങനെ കറങ്ങുന്ന പരിസരത്തൊക്കെ ഇതിനകത്ത് നിലനിൽക്കുന്നു. എവിടെയെങ്കിലും ഒരിടത്തിൽ സംഭവിച്ചാൽ ലോകമെമ്പാട് പരക്കുന്നത് ഭൂമി കറങ്ങിക്കൊണ്ടിരിക്കുകയാണ്. ആ രാഷ്ട്രത്തിൽ മാത്രമല്ല, ഭൂമി കറങ്ങിക്കൊണ്ടിരിക്കുമ്പോൾ എല്ലാ രാഷ്ട്രങ്ങളിലേക്കും അതിങ്ങനെ വ്യാപിച്ചുകൊണ്ടിരിക്കുക. പേടിക്കേണ്ട കാര്യമാണ്, ഭയക്കേണ്ട കാര്യമാണ് നമ്മളെല്ലാവരും. ഇവിടെ ഞാൻ പറയുന്നു, ഇവിടെ നമ്മൾക്ക് ഒരു ഏകമാർഗം ഒന്ന് മാത്രമുള്ളൂ. വൈദ്യസഹായം തരണം, എന്തെങ്കിലും കണ്ടാൽ നിങ്ങൾ ഡോക്ടറെ അടുത്ത് പോകണം. അതിനപ്പുറം നമ്മൾക്കൊരു ആത്മീയ സൗഖ്യം വേണം. വേണ്ടേ? ഒരു ആത്മീയ സൗഖ്യം വേണം. ആത്മീയ സൗഖ്യം ഉണ്ടായാൽ നമ്മൾക്ക് ശരീരത്തിൽ ഒരു അമ്മയുടെ ഒരു എനർജി ഉണ്ടാവും നമ്മൾക്ക്, ഇല്ലേ? അണുപ്രസരങ്ങൾ കുറേയൊക്കെ ഏറ്റവും തടയാൻ നമ്മൾക്ക് തടയാം, സംശയമില്ല. അപ്പോൾ ആത്മീയതയിലേക്ക് ഒഴുകിപ്പോകാൻ നമ്മൾക്ക് കഴിഞ്ഞില്ലെങ്കിൽ ആദികളും വ്യാധികളും പുറകെ 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 വന്നുകൊണ്ട് നമ്മൾക്ക് കൽപ്പിച്ച ആയുസ് മുഴുവൻ ജീവിച്ചു തീർക്കുവാൻ കഴിയാതെ അകാല മൃത്യു വരിച്ചുകൊണ്ട് നമ്മൾ പോകേണ്ടി വരും. ഇവിടെ നിങ്ങൾ ഒന്ന് മനസ്സിലാക്കുക, ആത്മീയത ഒരു ദേവന്റെ, അത് കാലിമറക്കാവിൽ തന്നെ പറഞ്ഞ് ഞാൻ പറഞ്ഞില്ല. നിങ്ങൾ പോകുമ്പോഴേ, നിങ്ങൾ യാത്ര ചെയ്യുമ്പോഴേ അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ എന്നുള്ള വാക്കുവിളി കേൾക്കുമ്പോൾ നിങ്ങളും പടച്ചവനെ വിചാരിച്ചുകൊണ്ട് മനസ്സിലൊന്ന് ധ്യാനിച്ചോളൂ. ഭഗവാൻ ലോക ചൈതന്യമാകുന്ന സർവശക്തനാകുന്ന ആ ദൈവം പ്രപഞ്ചത്തിലുണ്ട്. ദൈവത്തിന് ജാതിയില്ല, മതമില്ല, ഒന്നുമില്ല. പള്ളിയിലെ കുർബാന കേൾക്കുമ്പോൾ നിങ്ങൾ നെഞ്ചിൽ കൈവച്ചോളൂ, പ്രാർത്ഥിച്ചോളൂ. അതാണ് ആത്മീയത എന്ന് പറയുന്നത്. ദൈവത്തിലെ ഇപ്പൊ ഞാൻ അമ്മയിലേക്ക് കണ്ടമാൻ ലയിച്ചിരിക്കുന്നവനാണ്. ഞാൻ പള്ളി കണ്ടാൽ ഞാൻ തൊട്ടു നിറയെ വെക്കും, പ്രാർത്ഥന കേട്ടാൽ ഞാൻ ഇങ്ങനെ കൈവയ്ക്കും. അത് എനിക്ക് ദൈവത്തോടുള്ള അടുപ്പമാണ്. അതാണ് ആത്മീയത. അവിടെ ജാതിയിലെ മതമില്ല, ഒന്നുമില്ല. നമ്മളിലേക്ക് മാത്രമാണ്, നമ്മുടെ സമൂഹത്തിൽ മാത്രമാണ് ഇങ്ങനെയൊരു പ്രവർത്തനം ഇല്ലാതെ പോകുന്നത്. നമുക്ക് ആത്മീയതയില്ല. ആത്മീയതയ്ക്ക് പോകാൻ നമ്മൾക്ക് സൗകര്യവുമില്ല. ആത്മീയതയ്ക്ക് പോകുന്നവരെ കുറ്റം പറഞ്ഞ് അതിനെ പിന്തിരിപ്പിക്കാൻ മാത്രമാണ് നമ്മുടെ സമൂഹം ഇന്ന് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നില്ലേ? നിങ്ങൾ തന്നെ ഇവിടെ ഇരിക്കുന്ന എത്ര ചേച്ചിമാർ പണിയാകുന്നുണ്ട്, ഇല്ലേ? ഒരു കാലുകണക്കായി പോകണം, വേറൊരു അമ്പലങ്ങളിലാണ് ഈ പോകുന്നത്, ഇല്ലേ? ഇഷ്ടംപോലൊക്കെ ചോദിക്കില്ലേ? പക്ഷെ എനിക്ക് അവരോട് ചോദിക്കാൻ ഒന്ന് മാത്രമാണ്, ഈ വരുന്ന ചേച്ചിമാർക്ക്, എന്റെ സഹോദരിമാർക്ക്, എന്റെ സഹോദരന്മാർക്ക്, എന്റെ മക്കൾക്ക് ഒരിറ്റ് സമാധാനം കൊടുക്കുവാൻ ഈ പറയുന്നവർ കഴിയുമെങ്കിൽ ഞങ്ങൾ ഇവിടെ നിൽക്കാം. കഴിയില്ല. നാളെ മരിക്കണം, ജീവിക്കാൻ എനിക്ക് വകയില്ല, മരണമല്ലാതെ മാർഗമില്ല എന്ന് ചിന്തിച്ചു വരുന്ന അനേകം ആളുകൾ ഈ കാലുകളക്കാൽ വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അവരെ മരണത്തിൽ നിന്ന് മുക്തമാക്കിയിട്ടുണ്ട്, ജീവിതത്തിൽ വിജയം കൊടുത്തിട്ടുണ്ട്. അതൊന്നും ഇവിടെ വഴിപാട് ചെയ്തോ കർമ്മം ചെയ്തോ ഹുക്മം ചെയ്തൊന്നുമല്ല. നിങ്ങളുടെ ആത്മാർത്ഥമാകുന്ന ഭക്തിയിലൂടെ മാത്രം നിങ്ങൾ നേടിയെടുത്തിട്ടുള്ളതാണത്. എല്ലാം ആത്മാർത്ഥമാകുന്ന ഭക്തി അവിടെ മന്ത്രതന്ത്രങ്ങളിലേതും ഞങ്ങൾക്കില്ല, വൈഭവം തെല്ലുപോലും മാനസത്താമരപ്പൂവിതൊന്നല്ലാതെ അർച്ചിക്കാനില്ല അമ്മേ, ഒന്നും അർച്ചിക്കാനില്ല അമ്മേ. മനസ്സാകുന്ന താമര എന്ന് പറയുന്നതാണ് ആത്മാർത്ഥമാകുന്ന ഭക്തി. ഇത് താമരതലമാണ്. ഞാനൊരു പക്ഷേ ഇടുമ്പോൾ അമ്മ എന്റെ കണ്ണീർ പൂവാകാം. ആ കണ്ണീർ പൂവായാലും അമ്മ സ്വീകരിക്കണം. എന്റെ ദുഃഖമുള്ള മനസ്സാണത്. അർച്ചനാ പുഷ്പങ്ങളെല്ലാം ഒരുക്കി ഞാൻ അർച്ചിക്കും നേരമൻ കണ്ണുനീർ പൂക്കളും അത് പെട്ടുവെങ്കിൽ നീ ക്ഷമിക്കണം, പൊറുക്കണം ഭഗവതി എന്ന് പറയുന്നത്. അർച്ചന പുഷ്പങ്ങളെല്ലാം ഒരുക്കി ഞാൻ അർച്ചിക്കും നേരം നീ എന്നെ തുണയ്ക്കണം. അർച്ചന പുഷ്പത്തിൽ എൻ കണ്ണീർ പൂക്കളും അല്പമായി ചേർന്നാലും നീ പൊറുത്തിടണം. ഇല്ലേ? നമ്മുടെ എല്ലാവരുടെ മനസ്സിലും
അമ്മയ്ക്ക് 10 പൂ കൊടുക്കുമ്പോൾ ഒരു പൂ കണ്ണിരിക്കില്ലേ, ദുഃഖത്തിന് പൂവാവില്ലേ? അവിടെ നമ്മൾ അമ്മ ക്ഷമ ചോദിക്കുകയാണ്. ആ വരികൾ നോക്കണം. അർച്ചന പുഷ്പങ്ങളെല്ലാം ഒരുക്കി ഞാൻ അർച്ചിക്കും നേരം നീ എന്നെ തലോടണം. അർച്ചന പുഷ്പത്തിൽ എൻ കണ്ണീർ പൂക്കളും അല്പമായി ചേർന്നാലും നീ പോറുത്തിടണം. കുട്ടി കരയാൻ തോന്നില്ല നമുക്കൊക്കെ ഇല്ലേ? അണപൊട്ടി കരയാൻ തോന്നുന്നില്ലേ? ഇതെവിടെയാണ് കുട്ടിക്ക് സൗഖ്യം? ഈ സൗഖ്യം കിട്ടുന്നത് ഏകസ്ഥാനം കാലുകൾക്ക് മാത്രമാണ്. ആ അർച്ചന പുഷ്പം കണ്ണീർ പൂവായിട്ട് അമ്മയുടെ പാദത്തിൽ വീഴുമ്പോൾ ആ പുഷ്പം തെരഞ്ഞെടുത്ത് മാറ്റിവെക്കും. എന്താണ് എൻ്റെ മകൾ കരഞ്ഞത്? ഈ കണ്ണീർ പൂന്ന് എൻ്റെ പാദത്തിൽ വീണു, ഇനി ഇത് വീഴാൻ പാടില്ല, ഞാൻ നോക്കട്ടെ. അവിടെയാണ് അമ്മ വീട്ടിലേക്ക് വരുന്നത്. പാതിരാവിൽ, പതിവായി പാതിരാവിൽ പടിയിറങ്ങി നടന്നിടും. നേരെ നിങ്ങളുടെ വീട്ടിലും നീ വന്നിടണം അമ്പികേ. ദിനദിനവും തിരുനടയിൽ വിളയാടും ദേവി, അനുദിനമെൻ ഭവനത്തിൽ ശലഭമായി വരുമോ? എന്തേ അമ്മേ കാളിമലരെ, കാളിമലക്കാവിലമ്മേ, തങ്കക്കതിരോളി പോലെ മിന്നുന്ന പൊന്മുഖം ഞങ്ങൾ കണ്ടോട്ടെ. ദിനദിനവും തിരുനടയിൽ വിളയാടും ദേവി, അനുദിനമെൻ ഭവനത്തിൽ വരുമോ അമ്മേ? അമ്മ എന്ന് പറഞ്ഞാൽ കാണാം, നിങ്ങൾ സങ്കടങ്ങൾ കാണാം. ഇന്നിപ്പോ പല കുടുംബങ്ങളിലും തളർന്നു കിടക്കുന്ന, പലരും തളർന്നു അച്ഛന്മാരും ഭാര്യമാരും മക്കളൊക്കെ. ഇപ്പോൾ ഗുരുവായൂർ വീട്ടിലും ചെറിയ കുട്ടികൾ തളർന്നു കിടക്കുന്നുണ്ട്. പറഞ്ഞ ആളുകളായി പറഞ്ഞു, എന്നോട് പറഞ്ഞ ചേട്ടാ എന്ന് പറഞ്ഞ കുറേ നാളുകളായി ബുധനാഴ്ച പോവുകയാണ്. അവിടെ ബുധനാഴ്ച അവിടേക്ക് പോവുകയാണ്. ആ തളർന്നു കിടക്കുന്ന കുട്ടിയെ കാണാൻ വേണ്ടി പോവുകയാണ്. ഒരു പക്ഷേ അമ്മയുടെ ഗമനമായിരുന്നു. വാതരോഗം വന്ന ഭക്തനെ കണ്ടപ്പോൾ വേദവിഷാദങ്ങൾ മാറ്റിക്കൊടുത്തില്ലേ? ഉണ്ടായിട്ടുണ്ട്. അങ്ങനെ പലവിധ അനുഭവം ഉണ്ടായിട്ടുണ്ട്. എൻ്റെ അടുത്ത് കഴിഞ്ഞ പാലാഴിയിൽ നമ്മുടെ കോലടി യൂണിറ്റില് ഞാൻ പോയപ്പോൾ ഒരു ഭക്ത പ്രസവിച്ചപ്പോൾ അവർ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാനൊന്നും ചോദിക്കാറില്ല എന്നോട്, ഞാനൊന്നും ചോദിക്കാറില്ല. പക്ഷെ എൻ്റെ സങ്കടം അറിയുന്നുണ്ടമ്മ. ആ സ്ത്രീ, ആ ഭക്ത പറഞ്ഞതാണ്, ഞാനൊന്നും ഇന്നേരം നമ്മൾ ചോദിച്ചില്ല, പക്ഷെ എൻ്റെ സങ്കടങ്ങൾ അറിയുന്നുണ്ട്. എന്തു പറയും ഞാൻ, എന്തു പറയും ഞാൻ ഇന്നെൻ്റെ ദേവിയോടെന്തു പറയും ഞാൻ? ഒന്നും പറയാതെ ഒക്കെ അറിഞ്ഞോളും എൻ്റെ അഭിഷ്ടങ്ങൾ ഒക്കെ നടന്നോളും. എന്തു ചോദിക്കും ഞാൻ, എന്തു ചോദിക്കും ഞാൻ എന്നെൻ്റെ ദേവിയോടെന്തു ചോദിക്കും ഞാൻ? ഒന്നും ചോദിക്കാതെ ഒക്കെയും തന്നോളും, എൻ പരിതാപങ്ങൾ ഒക്കെയും തീർത്തോളും. നിങ്ങളുടെ അമ്മയുടെ മുന്നിലിരുന്നാൽ മതി, നിങ്ങളെ സ്കാൻ ചെയ്യും. അമ്മ പറയണ്ട, സ്കാൻ ചെയ്യും നിങ്ങളെ. ഇവിടെ വന്നുകൊണ്ടിരിക്കുന്ന ഡോക്ടർമാരുടെ അരികിലേക്ക് അസുഖം പോകുന്നതിന് മുന്നേ കാലുകളക്കാൽ വരും. ഇവിടെ കുറേ ഭക്തകൾ എൻപോളുണ്ട് ഇവിടെ. അപ്പം പറയും, വൈദ്യനെ കണ്ടോളൂ, പക്ഷെ മകളെ ഇതിൻ്റെ അസുഖം ഇതാണ്, ഇന്ന പോലെ ഇങ്ങനെ സംഭവങ്ങളൊക്കെ ഉണ്ട്. കൃത്യമായിരിക്കും ഡോക്ടർ പോയി സ്കാൻ ചെയ്താൽ കൃത്യമാകുന്ന അസുഖമായിരിക്കും. നിങ്ങൾ നോക്കിക്കോളൂ, മൊത്തം സ്കാൻ ചെയ്ത് നിങ്ങളുടെ ഉദരം, നിങ്ങളുടെ മാറ്, നിങ്ങളുടെ ശിരസ്, നിങ്ങളുടെ കാല്, നിങ്ങളുടെ വയറ് എല്ലാം മൊത്തം കൃത്യമായിട്ട് വലിയ സ്ഥലത്ത് ഇങ്ങനെ പ്രശ്നമുണ്ട്. മോൾ വേഗം പോയിട്ട്, മോൻ വേഗം പോയിട്ട് വൈദ്യനെ കണ്ടോളൂ, പൈസ ആയതോടെ മാറ്റി കൊടുക്കുക.
അത് സാന്ത്വനമാണ്, സമാധാനമാണ്. സമാധാന വാക്കാണ് അമ്മയുടെ. അത് കാലുകൾക്കല്ലാതെ കരുതുന്നില്ല. അപ്പോൾ അകമഴിഞ്ഞ ഭക്തിയാൽ നിങ്ങളുടെ കൂട്ടായ്മ, നമ്മുടെ എല്ലാവരുടെയും കൂട്ടായ്മയാൽ ഈ ക്ഷേത്രം വളരേണ്ടത് നമ്മുടെ അത്യാവശ്യ കാര്യമാണ്. എല്ലാ ചൊവ്വാദിനം വൈകുന്നേരം ദീപാരാധനയാണ് ഏറ്റവും പ്രധാനം. പറ്റുമെങ്കിൽ അടുത്ത ആഴ്ച ദീപാരാധനയ്ക്ക് വരിക. 8-9 മണിക്കും പോകാം. നിങ്ങൾക്ക് എല്ലാവരും വരിക. ശരണം, ദേവീശ്വരം, നവകർത്താവായി. സ്വർണ്ണവില സർവകാല റെക്കോർഡിലേക്ക്. കുതിച്ചുയരുന്ന സ്വർണ്ണവിലയിൽ നിന്നും മോചനമായി പറക്കാട്ടിന്റെ 1 ഗ്രാം തങ്കാഭരണങ്ങൾ. യഥാർത്ഥ സ്വർണ്ണാഭരണങ്ങളെ വെല്ലുന്ന ഫിനിഷിംഗിലും ബലത്തിലും പൊലിമയിലുമുള്ള ഈ ആഭരണങ്ങൾക്ക് ലൈഫ് ടൈം ബൈബാക്കും ക്യാഷ് ബാക്കും സർവീസ് വാറന്റിയും ലഭിക്കുന്നു. സ്വന്തം ഫാക്ടറിയിൽ നിർമ്മിക്കുന്നതുകൊണ്ട് ഓർഡർ പ്രകാരം ഏത് മോഡലിലും നിർമ്മിച്ചു നൽകുന്നു. യഥാർത്ഥ 1 ഗ്രാം തങ്കാഭരണങ്ങൾക്ക് പറക്കാട്ട് മാത്രം. പറക്കാട്ട് ജുവൽസ്, പത്മ ജംഗ്ഷൻ, MG റോഡ്, എറണാകുളം.